നമസ്കാരം. ലോകം അവസാനിക്കുന്നതിനെക്കുറിച്ച് നമ്മളൊക്കെ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടാവുമല്ലേ? എന്നാൽ ഒരു കാര്യം ചോദിക്കട്ടെ, ലോകത്തിലെ പ്രധാന മതങ്ങളെയെല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ അവയുടെ ആചാരങ്ങളും കാഴ്ചപ്പാടുകളുമൊക്കെ വളരെ വ്യത്യസ്തമായാണ് നമുക്ക് തോന്നാറ്. പക്ഷേ ലോകത്തിന്റെ അന്ത്യത്തെക്കുറിച്ച് പറയുമ്പോൾ അവരെല്ലാം ഒരേ കഥയുടെ പല ഭാഗങ്ങൾ പറയുകയാണെങ്കിലോ? ഇന്ന് നമ്മൾ ആ ഒരു സാധ്യതയാണ് പരിശോധിക്കാൻ പോകുന്നത്. അതെ, ഇതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്ന ആ വലിയ ചോദ്യം. ഒരുപക്ഷേ ഈ മതങ്ങളെല്ലാം ഒരേ ഉറവിടത്തിൽ നിന്ന് ഒരേ സന്ദേശം ഓരോ കാലഘട്ടത്തിനും ദേശത്തിനും അനുസരിച്ച് പല ഭാഷകളിൽ പറഞ്ഞതായിരിക്കുമോ? നമുക്കിതിലേക്ക് കുറച്ചുകൂടി ആഴത്തിൽ ഒന്നിറങ്ങിച്ചെല്ലാം. അപ്പോ നമ്മുടെ ഈ കഥ തുടങ്ങുന്നത് ഒരു ഇരുണ്ട കാലത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പിൽ നിന്നാണ്. അതായത് ലോകം അതിന്റെ ശരിയായ വഴിയിൽ നിന്നും മാറി തിന്മയും അധർമ്മവും അനീതിയുമൊക്കെ നിറയുന്ന ഒരു കാലഘട്ടം വരുമെന്ന് എല്ലാ പാരമ്പര്യങ്ങളും ഒരുപോലെ പറയുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ പൊതുവെ അന്ത്യകാലം എന്നൊക്കെ പറയുന്നത്. ലോകത്ത് അനീതിയും അധർമ്മവും അതിന്റെ പാരമ്യത്തിലെത്തുന്ന ഒരു സമയം വരുമെന്ന് മിക്കവാറും എല്ലാ പ്രധാനപ്പെട്ട മതഗ്രന്ഥങ്ങളും ഒരേ സ്വരത്തിൽ പ്രവചിക്കുന്നുണ്ട്. ഇതൊന്നു നോക്കിക്കേ, ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും രസകരമാവുന്നത്. ഹിന്ദുമതത്തിൽ ഈ കാലത്തെ കലിയുഗം എന്ന് വിളിക്കുന്നു, അതായത് തിന്മയുടെയും നാശത്തിന്റെയും യുഗം. ഇനി സെറോസ്ട്രിയൻ മതത്തിലേക്ക് വന്നാൽ അവരിതിനെ ആശയക്കുഴപ്പത്തിന്റെ യുഗം എന്നാണ് പറയുന്നത്. പേരുകൾ പലതാവാം, പക്ഷേ ആശയം ഒന്നുതന്നെ, തിന്മ നിറയുന്ന ഒരു അന്തിമകാലം. പക്ഷേ ഈ ഇരുട്ടിൽ മാത്രം ഒതുങ്ങുന്നില്ല കഥ. കാരണം ഈ അരാജകത്വത്തിന്റെ ഏറ്റവും മോശം അവസ്ഥയിൽ എല്ലാ പാരമ്പര്യങ്ങളും ഒരുപോലെ ഒരു പ്രതീക്ഷയുടെ കിരണത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അത് ലോകത്തെ രക്ഷിക്കാൻ വരുന്ന ഒരു രക്ഷകന്റെ വരവാണ്. ഇനി ഈ രക്ഷകരുടെ ദൗത്യമെന്താണെന്ന് നോക്കൂ. അവരെല്ലാം ഒരു പരമമായ ശക്തിയുടെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അവരുടെ എല്ലാം ലക്ഷ്യം ഒന്നുതന്നെ, ലോകത്ത് നിലനിൽക്കുന്ന സ്വേച്ഛാധിപത്യവും ദാരിദ്ര്യവും ഇല്ലാതാക്കുക, എന്നിട്ട് ഭൂമിയിൽ നീതിയും സമാധാനവും പുനഃസ്ഥാപിക്കുക. ദൗത്യം എല്ലാവർക്കും ഒന്ന്. അപ്പോ ആരാണ് ഈ രക്ഷകർ? നമുക്കൊരുമിച്ച് ഓരോ മതഗ്രന്ഥങ്ങളിലൂടെയും ഒന്ന് സഞ്ചരിച്ചു നോക്കാം. ഒരേ ദൗത്യവുമായി വരുന്ന ഈ വ്യക്തികൾക്ക് ഓരോ സംസ്കാരത്തിലും നൽകിയിരിക്കുന്ന പേരുകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്താം. ആദ്യം തന്നെ നമുക്ക് ഹിന്ദു മതത്തിൽ നിന്ന് തുടങ്ങാം. കലിയുഗത്തിന്റെ അന്ധകാരത്തിൽ തിന്മയെ ഇല്ലാതാക്കി ധർമ്മം പുനഃസ്ഥാപിക്കാൻ ഒരു വെള്ളക്കുതിരപ്പുറത്ത് മഹാവിഷ്ണുവിന്റെ 10ാമത്തെ അവതാരമായി കൽക്കി വരുമെന്നാണ് ഹൈന്ദവ വിശ്വാസം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. കൽക്കിയുടെ ദൗത്യം കേവലം നശിപ്പിക്കുക മാത്രമല്ല, നിലവിലുള്ള തിന്മ നിറഞ്ഞ ലോകത്തെ അവസാനിപ്പിച്ച് ഒരു പുതിയ സത്യയുഗത്തിന് തുടക്കം കുറിക്കുക കൂടെയാണ്. അതായത് ഒരു സംഹാരകനും അതേസമയം ഒരു സ്രഷ്ടാവും. ഇനി നമുക്ക് നേരെ പുരാതന ചൈനയിലെ താവോയിസിലേക്ക് പോകാം. അവിടെയും ഇതുപോലെ തന്നെ ലോകം നാശത്തിലേക്ക് കൂപ്പുകുത്തുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവരെ രക്ഷിക്കാൻ ലീ ഹങ് എന്ന ഒരു രക്ഷകൻ വരുമെന്ന് അവരുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നു. അതായത് ലോകത്താകെ പ്രശ്നങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോൾ അവിടെ സമാധാനം കൊണ്ടുവരാൻ വരുന്ന ഒരു ഭരണാധികാരി, ഒരു പുതിയ സമാധാന യുഗത്തിന് തുടക്കമിടുന്ന ആൾ. അടുത്തത് വളരെ പുരാതനമായ പേർഷ്യൻ മതമായ സൊറോസ്ട്രിയനിസമാണ്. അവരുടെ രക്ഷകന്റെ പേര് സാക്ഷ്യാന്ത് എന്നാണ്. ആ വാക്കിന്റെ അർത്ഥം തന്നെ ഉപകാരി അല്ലെങ്കിൽ നന്മ ചെയ്യുന്നവൻ എന്നാണ്. അപ്പോ ഇവിടത്തെ പ്രധാനപ്പെട്ട ആശയം നവീകരണം എന്നതാണ്. സാക്ഷ്യാന്തിന്റെ ദൗത്യം ലോകത്തെ പൂർണ്ണമായി നശിപ്പിക്കുക എന്നല്ല, മറിച്ച് അതിലെ തിന്മകളെയെല്ലാം ശുദ്ധീകരിച്ച് ലോകത്തെ അവിനാശിയായി പുനഃസ്ഥാപിക്കുക എന്നതാണ്. ഇനി ബുദ്ധമതത്തിലേക്ക് വന്നാലോ? ശ്രീബുദ്ധന്റെ യഥാർത്ഥ പഠനങ്ങൾ ലോകം മറന്നു തുടങ്ങുന്ന ഒരു കാലം വരും. അപ്പോൾ ആ ധർമ്മം വീണ്ടും പഠിപ്പിക്കാനും പുനഃസ്ഥാപിക്കാനും വേണ്ടി മൈത്രേയൻ എന്ന ബോധിസത്വൻ ഭൂമിയിൽ ജനിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. അതായത് മൈത്രേയൻ ഒരു പുതിയ മതമുണ്ടാക്കാനല്ല വരുന്നത്, മറിച്ച് കാലം കൊണ്ട് മറന്നുപോയ ശ്രീബുദ്ധന്റെ യഥാർത്ഥ സത്യങ്ങൾ വീണ്ടും ലോകത്തെ ഓർമ്മിപ്പിക്കാൻ വരുന്ന ഒരു മഹാഗുരു ആണ് അദ്ദേഹം. ഇനി നമുക്ക് യഹൂദമതത്തിലേക്ക് വരാം. അവരുടെ വിശുദ്ധ ഗ്രന്ഥമായ തനക്കിൽ മോഷിയാക് അഥവാ മിഷിഹ എന്നു പേരുള്ള ഒരു രാജാവ് വരുമെന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ലോകത്ത് സമ്പൂർണ്ണ സമാധാനം വരുമെന്നാണ് വിശ്വാസം. എന്തൊരു മനോഹരമായൊരു സങ്കല്പമാണല്ലേ ഇത്! യുദ്ധത്തിന്റെ ആയുധങ്ങളായ വാളുകൾ കൃഷി ചെയ്യാനുള്ള കലപ്പകളായി മാറുന്ന ഒരു കാലം. മോഷിയാക്കിന്റെ ഭരണത്തിൻ കീഴിൽ ലോകത്തുനിന്ന് യുദ്ധങ്ങളും ദാരിദ്ര്യവും പൂർണ്ണമായും ഇല്ലാതാകും. സമ്പൂർണ്ണ സമാധാനത്തിന്റെ ഒരു യുഗം. ക്രിസ്തുമത വിശ്വാസപ്രകാരം യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനെക്കുറിച്ചാണ് പറയുന്നത്.
അന്ത്യകാലത്ത് അദ്ദേഹം വീണ്ടും വന്ന് അനീതിയും കഷ്ടപ്പാടുകളും അവസാനിപ്പിച്ച് ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുമെന്നവർ വിശ്വസിക്കുന്നു. അവസാനമായി ഇസ്ലാം മതത്തിലേക്ക് വരുമ്പോൾ ഇമാം മഹ്ദിയുടെ വരവിനെക്കുറിച്ചാണ് പറയുന്നത്. മുഹമ്മദ് നബിയുടെ പരമ്പരയിൽ നിന്ന് വരുന്ന ഒരു നേതാവായ അദ്ദേഹം അനീതി നിറഞ്ഞ ലോകത്തെ നീതി കൊണ്ട് നിറയ്ക്കാൻ വരുമെന്ന് സുന്നികളും ഷിയാകളുമായ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. ഒരു നിമിഷം നിർത്തി ഈ പട്ടികയിലേക്കൊന്ന് നോക്കൂ. കൽക്കി, ലിഹംഗ്, സാക്ഷ്യാന്ത്, മൈത്രേയൻ, മോഷിയാക്, ക്രിസ്തു, മഹ്ദി. പേരുകളും പശ്ചാത്തലങ്ങളും സംസ്കാരങ്ങളും എല്ലാം തികച്ചും വ്യത്യസ്തം. പക്ഷേ ദൗത്യം അത്ഭുതകരമാംവിധം ഒന്നു തന്നെ: അധപ്പതിച്ച ഒരു ലോകത്തെ രക്ഷിക്കുക, നീതിയുടെയും സമാധാനത്തിന്റെയും ഒരു പുതിയ യുഗം സ്ഥാപിക്കുക. ഇതെങ്ങനെ ഒരു യാദൃച്ഛികതയാകും? അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, ഇതൊക്കെ പണ്ടത്തെ കഥകളല്ലേ, പുരാണങ്ങളല്ലേ എന്ന്. പക്ഷെ അങ്ങനെയല്ല. ഈ പ്രവചനങ്ങൾക്ക് ഇന്നും നമ്മുടെ ലോകത്ത്, നമ്മുടെ രാഷ്ട്രീയത്തിൽ വരെ പ്രസക്തിയുണ്ട്, നിങ്ങൾ വിചാരിക്കുന്നതിലും അധികം. ഇതിനൊരു ഉദാഹരണമാണ് മിഡിൽ ഈസ്റ്റിൽ നടക്കുന്നത്. ഇസ്രയേൽ രാഷ്ട്രത്തിന്റെ രൂപീകരണവും പണ്ട് നശിപ്പിക്കപ്പെട്ട യഹൂദ ക്ഷേത്രം പുനർനിർമ്മിക്കാനുള്ള ഇപ്പോഴത്തെ ശ്രമങ്ങളെയും പല യഹൂദന്മാരും ക്രിസ്ത്യാനികളും കാണുന്നത് കേവലം രാഷ്ട്രീയ സംഭവങ്ങളായിട്ടല്ല, മറിച്ച് തങ്ങളുടെ രക്ഷകന്റെ വരവിന് മുന്നോടിയായുള്ള പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ്. ഈ വിശ്വാസങ്ങൾ അവിടുത്തെ രാഷ്ട്രീയത്തെ വരെ സ്വാധീനിക്കുന്നുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മൾ ഈ യാത്രയുടെ അവസാനത്തിലേക്ക് കടക്കുകയാണ്. വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ ആയിരക്കണക്കിന് വർഷങ്ങളുടെ വ്യത്യാസത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യർ എങ്ങനെയാണ് ഇത്രയേറെ സാമ്യമുള്ള ഒരു കഥ ലോകത്തോട് പറഞ്ഞത്? ഇതിനെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഒരുപക്ഷെ നമ്മൾ കാണുന്ന ഈ മതങ്ങളെല്ലാം ഒരേ സത്യത്തിലേക്കുള്ള പല വഴികളായിരിക്കുമോ? ഭാഷയും സംസ്കാരവും മാറുമ്പോൾ വാക്കുകൾ മാറുന്നു, പക്ഷേ ആഴത്തിലുള്ള സന്ദേശം, ആ പ്രതീക്ഷ, അത് ഒന്നായി തന്നെ നിലനിൽക്കുന്നു. തിന്മയുടെ മേൽ നന്മ വിജയിക്കുമെന്നും അനീതിക്കു ശേഷം നീതി പുലരുമെന്നുമുള്ള മനുഷ്യരാശിയുടെ ഈ അടങ്ങാത്ത പ്രതീക്ഷ ഒരുപക്ഷെ നമ്മുടെ എല്ലാം ഉള്ളിലുള്ള ഒരു ദൈവികമായ സത്യത്തിന്റെ പ്രതിഫലനമായിരിക്കാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ.